നാരായണ ഗുരുവിൻ്റെ ആത്മോപദേശ ശതകം 100 ധ്യാനങ്ങൾ. ധ്യാതാവ് ഗുരു നിത്യചൈതന്യയതി. ധ്യാനം 55. നെടിയ കിനാവിതു നിദ്ര പോലെ നിത്യം കെടുമിതുപോലെ കിനാവും ഇപ്രകാരം കെടുമതി കാണുകയില്ല കേവലത്തിൽ പെടുവതിനാൽ അനിശം ഭ്രമിച്ചിടുന്നു. ഉണർന്നിരിക്കുമ്പോൾ നാം കാണുകയും കേൾക്കുകയും അറിയുകയും ചിന്തിക്കുകയും പ്രതികരണം കാട്ടുകയും ചെയ്യുന്നതെല്ലാം തികച്ചും വ്യവഹാരക്ഷമമാണെന്ന് പറഞ്ഞുകൂടാ. കട്ടിലിൽ കിടന്നുറങ്ങുമ്പോൾ മാത്രമല്ല നാം സ്വപ്നം കാണുന്നത്. നടക്കുവാൻ പോകുമ്പോഴും, ടൈപ്പ് ചെയ്യുമ്പോഴും, കാർ ഓടിക്കുമ്പോഴും, ഉടുപ്പ് തുന്നുമ്പോഴും, ചെയ്യുന്ന ജോലിക്ക് ഒരു കോട്ടവും വരുത്താതെ തന്നെ 100,000 കാര്യങ്ങളിൽ മനസ്സ് കടന്നുപോയി സങ്കല്പരാജ്യങ്ങൾ സൃഷ്ടിക്കാറുണ്ട്. അതെല്ലാം സ്വപ്ന സദൃശമാണ്. ജാഗ്രത്തിൽ നിന്നും സ്വപ്നത്തെ പൂർണ്ണമായി പിരിച്ചുവയ്ക്കുവാൻ പ്രയാസമാണ്. ഉണർവിലും സ്വപ്നത്തിലും ഞാൻ എന്നുള്ള ബോധമുണ്ട്. രണ്ടവസ്ഥകളിലും നാമരൂപങ്ങൾ തിരിച്ചറിയുന്നു. ഓർമ്മകൾ വന്ന് ഈ നാമരൂപങ്ങൾക്ക് സാംഗത്യം ഉണ്ടാക്കിക്കൊടുക്കുന്നു. വസ്തുതകളോടുള്ള പ്രതികരണമായി പ്രിയാപ്രിയങ്ങൾ കാണിക്കുന്നു, അത്ഭുതം കൂറുന്നു, ഭയപ്പെടുന്നു, തീരുമാനങ്ങൾ എടുക്കുന്നു. ഭൂതവർത്തമാന ഭവിഷ്യത്തുകളുടെ സാംഗത്യം മനസ്സിലാക്കുന്നു. ജാഗ്രത്തിന് സ്വപ്നത്തോട് വ്യത്യാസമില്ലാതില്ല. ഇന്ന് ഉണർന്നിരിക്കുമ്പോൾ ചെയ്തു നിർത്തിയിടത്തു നിന്നും നാളെ ഉണരുമ്പോൾ തുടരാൻ കഴിയുന്നത് ജാഗ്രത്തിന് മാത്രമുള്ള സവിശേഷതയാണ്. ഇന്നലെ കണ്ടു നിർത്തിയ സ്വപ്നത്തെ അവിടെ നിന്നും പിന്നൊരിക്കലും തുടർന്നു കാണാൻ കഴിയുകയില്ല. സ്വപ്നത്തിന് അതിൻ്റെ അപൂർണത ഒരിക്കലും ഒരു പ്രശ്നമായി തീരുന്നില്ല. ആകപ്പാടെ നോക്കിയാൽ ജീവിതാനുഭവം കൂടെ കൂടെ സുഷുപ്തിയുടെ അർദ്ധവിരാമം കൊണ്ട് നിറഞ്ഞ് ഒരു നെടിയ കിനാവ് തന്നെയാണെന്ന് പറയാം. കഴിഞ്ഞ ശ്ലോകത്തിൽ ഉണർവും ഉറക്കവും ആദിമായാവനിതയിൽ നിന്നും പിറന്നു മാറിയിടുന്ന രണ്ടവസ്ഥകളാണെന്ന് പറഞ്ഞു. ഉണർവ് എന്താണെന്ന് നമുക്കറിയാം, ഉറക്കം എന്താണെന്ന് അറിഞ്ഞുകൂടാ. ഉറങ്ങി എന്ന് ഉണർന്നു കഴിയുമ്പോൾ മാത്രം അറിയാം. ഓംകാരത്തിലെ വന്ന് അവസാനിക്കുന്നത് സുഷുപ്തിയിലാണെന്ന് പറയുന്നു. അത് ശരിയാണെങ്കിൽ ഈ ഉറക്കം വെറും ഇല്ലായ്മയല്ല. കാര്യങ്ങളുടെയെല്ലാം ബീജരൂപത്തിലുള്ള കാരണം നിശ്ചേതനമായി കിടക്കുന്നത് അവിടെയാണെന്ന് പറയാം. എന്തെല്ലാമാണ് അതിൻ്റെ ഇരുളിൽ മൂടി വെച്ചിരിക്കുന്നത് എന്ന് പറയുവാനാവില്ല. അത് പണ്ടോറായുടെ പെട്ടി പോലെയാണ്. അതിലില്ലാത്തതൊന്നുമില്ല. 52-ാം ശ്ലോകത്തിൽ സ്വനവുമടങ്ങുമിടം എന്ന് ഒരവസ്ഥയെപ്പറ്റി പറഞ്ഞിരിക്കുന്നു. അതായത് ഓം എന്ന പ്രണവത്തെ ഉദ്ഗാനം ചെയ്യുമ്പോൾ ആ ഉ കഴിഞ്ഞു വരുന്നിടം അത് തുരീയമാണ്. അവിദ്യയുടെ ധാമമായ സുഷുപ്തിയും വ്യവഹാരത്തിൻ്റെ ഈ ബീജത്തെ ഗോപനം ചെയ്തിരിക്കുന്ന തുരീയവും ഒരേ പരമാർത്ഥത്തിൽ തന്നെ അടങ്ങിപ്പോകുന്നു. വ്യവഹാരത്തിൽ മാത്രം പ്രവർത്തിക്കുന്നതായ വസ്തുബോധത്തോടൊട്ടിയിരിക്കുന്ന ബുദ്ധിക്ക് ജാഗ്രത് സ്വപ്നങ്ങളുടെ സീമയെ ഉല്ലംഘിച്ചു പോകുവാനുള്ള കഴിവില്ല. സുഷുപ്തിയിലെ തമോവൃത്തിയെയും തുരീയത്തിലെ വൃത്തിശൂന്യതയെയും തിരിച്ചറിയുവാൻ കഴിയാതെ
അജ്ഞാന സംശയ വിപര്യം ബാധിച്ച ആത്മതത്വജിജ്ഞാസുക്കൾ പിന്നെയും പിന്നെയും ഭ്രമിച്ചു കൊണ്ടിരിക്കുന്നു. അവർക്ക് 52-ാം ശ്ലോകത്തിൽ സൂചിപ്പിച്ച ദൃഢബോധന്റെ നില ലഭിക്കുന്നില്ല.